ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടുള്ള ചർച്ചകൾ വഴിമുട്ടിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ്. യുഡിഎഫിൽ ചർച്ചകൾ നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവും സാദിഖ് അലി തങ്ങളും ഫോൺ വഴി ചർച്ച നടത്തി. യുഡിഎഫ് യോഗത്തിന് ശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചയൊന്നും എവിടെയും വഴിമുട്ടിയിരുന്നിട്ടൊന്നുമില്ല. ചർച്ച നടക്കുന്നു. ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം യുഡിഎഫ് യോഗം, ഞാൻ ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ട് ഒന്നിച്ച് ഞങ്ങളൊരു പരിപാടിയിലുണ്ടായിരുന്നു. അതുപോലെ ടെലിഫോണിൽ തങ്ങളുമൊക്കെ ആയിട്ട് സംസാരം നടക്കുന്നുണ്ട്. അങ്ങനെ പല സംസാരങ്ങളും നടക്കുന്നുണ്ട്. നടന്ന് അവസാനം വൈകാതെ യുഡിഎഫ് യോഗം ഉണ്ടാവും. യുഡിഎഫ് യോഗത്തിൽ വെച്ച് ഫൈനലൈസ് ചെയ്യും. അത്ര തന്നെയല്ലേ എല്ലാ പാർട്ടികളും ആയിട്ടുള്ളൂ. അഷ്കർ അലി കരിമ്പ നൽകും കൂടുതൽ വിവരങ്ങൾ. അഷ്കർ അലി, രണ്ടല്ല ഇക്കുറി 3 കിട്ടുമെന്ന പ്രതീക്ഷ ഇപ്പോഴും കൈവിടാതെ നിൽക്കുകയാണോ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗും? മൂന്നാം സീറ്റ് ആവശ്യം ശക്തമാക്കുമ്പോൾ പോലും ആ മൂന്നാം സീറ്റ് ഇത്തവണ ലഭിക്കില്ല, ഇല്ലെങ്കിൽ നൽകില്ല എന്നുള്ള കാര്യം കോൺഗ്രസ് നേരത്തെ തന്നെ ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും ഇപ്പോഴും നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ സ്വാദിഖ് തങ്ങളുമടക്കം കഴിഞ്ഞ ദിവസം ഫോണിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ നടത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസഭാ സീറ്റ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ആവശ്യത്തിനുള്ള ഒരു വിലപേശൽ നടത്തുന്നത് എന്നുള്ളതാണ്. രാജ്യസഭാ സീറ്റിന്റെ ചർച്ചകൾ ഇപ്പോഴൊന്നും നടക്കുന്നില്ല എന്ന് ലീഗ് നേതൃത്വം പറയുമ്പോൾ പോലും അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. കാരണം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വലിയൊരു സമ്മർദ്ദമുണ്ട്. KMCCയുടെയും യൂത്ത് ലീഗിന്റെയും അടക്കം കീഴ്ഘടകങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദമുണ്ട്. പാർട്ടി പ്രവർത്തകരിൽ നിന്നും മൂന്നാം സീറ്റ് വിഷയത്തിൽ വലിയ സമ്മർദ്ദമുണ്ട്. പക്ഷേ ഇത്തവണയും സീറ്റില്ല എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കകത്ത് ഒരു ആഭ്യന്തര പ്രശ്നത്തിന് വഴിവെക്കുമോ എന്നുള്ളൊരു ആശങ്കയും ലീഗ് നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് മൂന്നാം സീറ്റ് ഇല്ലെങ്കിൽ അത് രാജ്യസഭാ സീറ്റ് എന്ന തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകാൻ ലീഗ് ആഗ്രഹിക്കുന്നത്. മൂന്നാം സീറ്റ് വിഷയത്തിൽ UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും ലീഗിന് ഇത്തവണ മൂന്നാം സീറ്റ് ഇല്ല എന്ന് രഹസ്യമായിട്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും അത് പരസ്യമായി സമ്മതിക്കാൻ ലീഗ് തയ്യാറാവാത്തതും അതുകൊണ്ട് തന്നെയാണ്. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ ഇപ്പോഴും തങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ചർച്ച വഴിമുട്ടിയിട്ടില്ല എന്ന് ലീഗ് നേതാക്കൾക്ക് ആവർത്തിക്കേണ്ടി വരുന്നതും ഇത്തരത്തിൽ രാജ്യസഭാ സീറ്റും വിജയസാധ്യതയുള്ള നിയമസഭാ സീറ്റുകളും കൂടി ലക്ഷ്യമാക്കിയുള്ള നേതൃത്വത്തിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ്. സുജിയ. ഓക്കെ, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.